ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോൻ്റെ താഴെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അത് പ്രസ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അതേപോലെ നമ്മുടെ വീഡിയോസ് സ്റ്റാറ്റസ് ആക്കി വെക്കണം കേട്ടോ. അതാണ് വേണ്ടത്. ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആ സ്റ്റാറ്റസ് വെച്ചത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തൊക്കെ സ്ക്രീൻഷോട്ടായിട്ട് അയക്കണേ. അപ്പം എല്ലാവരും ചെയ്യുക. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 2 പേർക്കാണ് കേട്ടോ സമ്മാനങ്ങൾ കിട്ടുന്നത്. പർച്ചേസ് ചെയ്തവർക്കും ചെയ്യാം, ചെയ്യാത്തവർക്കും ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമേ. അപ്പം നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് എല്ലാവരും ഫേവറേറ്റ് കളക്ഷനായ പതക്കം നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പം വീഡിയോയിലേക്ക് കടന്നാലോ. എല്ലാവർക്കും ഒന്നും കൂടി വെൽക്കം. ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് സ്റ്റോൺ വെച്ചിട്ടുള്ള ഓപ്പൺ ബാംഗിൾസ് കാണിക്കാം. ഗോൾഡ് പ്ലേറ്റഡിൻ്റെയാണ് വരുന്നത്. ബ്ലാക്ക് സ്റ്റോൺസ് വെച്ചിട്ടുള്ള നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലിൽ വരുന്ന ഡിസൈനാണ്. നല്ല തിക്കായിട്ടുള്ള ബാംഗിളാണ് കേട്ടോ പോകുന്നത്. ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ബാംഗിൾസ് ആണ് വരുന്നത്. പിന്നെ വരുന്നത് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. പിന്നെ വരുന്നത് റൂബിയാണ് വരുന്നത്. ഇതാണ് കേട്ടോ 3 ഡിസൈനും പാറ്റേണും വരുന്നത്. ജസ്റ്റ് 150 വരുന്നുള്ളൂ. നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്. ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ഓപ്പൺ ബാംഗിൾസ് ആണ്. ഇതിലേതാണോ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക. നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഡെലിവറി അവൈലബിൾ ആണ്. ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആ സമ്മാനം കൂടി മേടിക്കണം കേട്ടോ എല്ലാവരും. ഇതാണ് ആദ്യത്തെ ഐറ്റം. 150 ഉള്ളൂ. അഫോർഡബിൾ പ്രൈസ് ആണ്. ഇതാ ഇത്ര തിക്നെസ്സിലാണ് ബാംഗിൾസ് പോകുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള ബാംഗിളാണ്. ഇതിന്റെ ഹൈലൈറ്റ് ഈ സ്റ്റോൺ വർക്ക്സ് തന്നെയാണ്. അതിന്റെ ക്ലോസർ വ്യൂ. ഇനി നമുക്ക് വൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഹാങ്ങിങ്സിൽ വരുന്ന ഇയറിംഗ്സ് കണ്ടാലോ. ഇതാണ് വൈറ്റ് സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ജസ്റ്റ് ചെറിയൊരു ഡബിൾ ലെയറിലാണ് വന്നിരിക്കുന്നത്. അതിന്റെ താഴെയും ക്രിസ്റ്റൽ ആണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ക്രിസ്റ്റൽസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് അതിന്റെ പാറ്റേൺ വരുന്നത്. ചെറിയൊരു തൂക്കം. ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ടും പറ്റുമേ. സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും കണ്ടോ. സ്റ്റഡ് മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഹാങ്ങിങ് ആയിട്ട് വേണമെങ്കിൽ ഹാങ്ങിങ് ആയിട്ടും ഇടാം. ജസ്റ്റ് 120 വരുന്നുള്ളൂ. നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്. ഗോൾഡ് പ്ലേറ്റഡിന്റെ ആണ്. ഇങ്ങനെയാണ് വരുന്നത്. ബാക്കിൽ എല്ലാത്തിന്റെയും സ്ക്രൂസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇത്രയും നീളം കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ സ്ക്രൂസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് 120 നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്. വൈറ്റ് സ്റ്റോൺസ് ആകുമ്പോൾ നമുക്ക് എല്ലാത്തിന്റെയും കൂടി മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇടാനായിട്ടും പറ്റുവേ. അപ്പൊ ഇതാണ് കേട്ടോ അടുത്ത ഐറ്റം വരുന്നത്. ഇനി ഒരു ചക്ര മോഡലിൽ വരുന്ന ഇയറിംഗ്സ് കണ്ടാലോ. ഈ പാറ്റേൺ ആണ് വരുന്നത്. റൂബി വിത്ത് വൈറ്റ് സ്റ്റോൺസ് ആണ് കൂടി ബ്ലെൻഡ് ആയിട്ടാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ്. നല്ലൊരു ഇപ്പൊ റൂബി ആൻഡ് വൈറ്റ് കോംബോ എന്നും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ അതിൽ വരുന്നതാണ് പാറ്റേൺ. ബാക്കിൽ കണ്ടോ സ്ക്രൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ടും. ആ സ്റ്റോൺ വർക്ക്സും അതിന്റെ കോംബോയും വരുമ്പോൾ നല്ലൊരു എടുപ്പും ഭംഗിയും തന്നെയാണ്. ഇതാണ് കേട്ടോ അതിന്റെ പാറ്റേൺ കണ്ടോ. നല്ലൊരു പാറ്റേൺ അല്ലേ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ സ്റ്റഡ് മോഡലാണ് കേട്ടോ. ജസ്റ്റ് 230 ഉള്ളൂ. നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്. സ്ക്രൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ തന്നെ നമുക്ക് വൈറ്റ് സ്റ്റോൺസ് മാത്രം വരുന്ന ഒരു കുറച്ചും കൂടി ചെറിയ സൈസിൽ വേണം എന്നുള്ളവർക്ക് അതും അവൈലബിൾ ആണ്. അത് കാണാം. ഇതാണ് വരുന്നത് അടുത്തത്. ഫുള്ളി വൈറ്റ് സ്റ്റോൺസ് ഏകദേശം ആ ഒരു മോഡലിൽ അതേ പാറ്റേണിൽ വരുന്ന ഐറ്റം കൂടിയാണ്. ഫുൾ വൈറ്റ് സ്റ്റോൺസ് ആണ്. നടുക്കൊരു കുഞ്ഞു ഫ്ലവർ പോലെയുള്ള ഡിസൈൻ വരുന്നത്. ഇവിടെ സൈഡിലും ആയാലും വൈറ്റ് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ പാറ്റേൺ ആണ് വരുന്നത്. ഇതാണ് വരുന്ന പാറ്റേൺ. ഇത് 200 അത്രേ വരുന്നുള്ളൂ. ഇതിന്റെയും ബാക്കിൽ സ്ക്രൂസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഗോൾഡ് പ്ലേറ്റഡിന്റെ ഇയറിംഗ്സ് ആണ്. വൈറ്റ് ഒക്കെ ആവുമ്പോൾ നമുക്ക് എല്ലാത്തിന്റെ കൂടി മാച്ചിങ് ആയിട്ട് ഇടാനായിട്ടും പറ്റുവേ പെയർ ചെയ്ത്. ഇനി നമുക്ക് ബാംഗിൾസ് കണ്ടാലോ. ഒരു തടവളയുടെ പാറ്റേണിൽ വരുന്ന ബാംഗിൾസ് ആണ്. ഇങ്ങനെയാണ് ആ പാറ്റേൺ പോകുന്നത്. സിമ്പിൾ ആയിട്ട് വരുന്ന വളരെ സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു ഡിസൈനും കൂടിയാണ്. ഇത്ര വീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. കയ്യിൽ വെയർ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഉൾഭാഗം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. 26 എന്ന സൈസിലാണ് വന്നിരിക്കുന്നത്. എന്നും ബാംഗിൾസിന്റെ മെഷർമെന്റ് എടുക്കുമ്പോൾ സെന്റർ ടു സെന്റർ മെഷർമെന്റ് എടുത്തിട്ട് വേണം പറയാൻ. ഇത് 6.1 സെന്റിമീറ്റർ ആണ് സ്കെയിലിൽ വരുന്നത്. അപ്പൊ അതാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആപ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുവേ. ഇതാണ് കേട്ടോ പാറ്റേൺ വരുന്നത്. കണ്ടില്ലേ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യണം എന്നുള്ളവർക്കൊക്കെ പറ്റിയ ഒരു പാറ്റേണും കൂടിയാണ്. ഒരെണ്ണം ഇട്ടാൽ മതി. നമുക്ക് കൈ നിറഞ്ഞിരിക്കുവേ. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ്. അപ്പൊ 26 തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളൂ. ഇങ്ങനെയാണ് കേട്ടോ പോകുന്നത് അതിന്റെ പാറ്റേൺ. ജസ്റ്റ് 210 അത്രേ വരുന്നുള്ളൂ ഒരു പീസിന്റെ റേറ്റ് എന്ന് പറയുന്നത്. നല്ല അഫോർഡബിൾ പ്രൈസ് ആണേ. ഇങ്ങനെയാണ് കേട്ടോ പാറ്റേൺ പോകുന്നത്. അപ്പൊ 26 പർച്ചേസ് ചെയ്യാം കേട്ടോ. 24 ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കും കൂടി പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് സൈസ് എന്നും മെഷർമെന്റ് നോക്കണേ. ഗോൾഡ് പ്ലേറ്റഡിന്റെ ബാംഗിൾസ് ആണ്.
ഇനി നമുക്കൊരു 8 പിടിയുടെ പേളിന്റെ ചെയിൻ കണ്ടാലോ. ഇതാണ് കേട്ടോ പാറ്റേൺ വരുന്നത്. സിംഗിൾ ലെയറിലാണ് വരുന്നത്. 8 പിടിയാണ്. ഒരു ലോട്ടസ് ഫ്ലവറിന്റെ ഒക്കെ മോഡൽ വരുന്ന പോലുള്ള ചെയിൻസ് ആണ് ഇത് വരുന്നത്. അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഈ പാറ്റേൺ എന്ന് പറയുന്നത്. ഗോൾഡ് പ്ലേറ്റഡിന്റെ പാറ്റേൺ ആണ് ഇതിൽ വരുന്നത്. പിന്നെ വരുന്നത് വൈറ്റ് പേൾസ് ആണ് വരുന്നത്. അതിന്റെ താഴെയും മേളിലായിട്ട് ക്യാപ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കവർ ചെയ്യാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനും പാറ്റേണും ആണ് വരുന്നത്. ഇങ്ങോട്ടേക്കും കണ്ടോ ഒരു ഫ്ലവറിന്റെ മോഡലിൽ, ജസ്റ്റ് ഒരു ലോട്ടസ് ഫ്ലവറിന്റെ ഒക്കെ ഒരു മോഡലിൽ വരുന്ന പോലെയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ചെയിൻ പോകുന്നത്. വീണ്ടും അത് കഴിഞ്ഞാൽ വീണ്ടും വൈറ്റ് പേൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ഇത് ഈ കൊളുത്താണ് കൊടുത്തിരിക്കുന്നത്. 8 പിടിയുടെ മാലയാണ്. 8 പിടി എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ 24 ഇഞ്ചസ് ആണ് കേട്ടോ വരുന്നത്. 24 ഇഞ്ചാണ് ഈ ഒരു സൈഡ് എന്ന് പറയുന്നത്. ഇത് മുതൽക്ക് പറയുകയാണെങ്കിൽ, എക്സാക്ട് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഇത് മുതൽക്ക് ഈ ഒരു അറ്റം വരെ, ഈ അറ്റം വരെ 12 ഇഞ്ചസ് ആയിരിക്കും. അതേപോലെ തന്നെ തിരിച്ചും ഈ സൈഡ് മുതൽക്ക് ഈ സൈഡ് വരെ 12 ആണ്. അങ്ങനെയാണ് ടോട്ടൽ 24 ഇഞ്ചസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ടേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാവുന്നേ ഉള്ളൂ നമുക്ക് എത്രത്തോളം നീളം വരുന്നുണ്ട് എന്നൊക്കെ. ഒരു സൈഡ് 12 ഉണ്ട്. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് ടേപ്പ് വെച്ചിട്ടൊക്കെ ഒന്ന് അളന്ന് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഒരു സൈഡ് 12 വരുമ്പോൾ നമ്മുടെ കഴുത്തിന്റെ ഏകദേശം ഇപ്പൊ എത്രത്തോളം വരും എന്നുള്ളവർക്ക്, ഡൗട്ട് ഉള്ളവർക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണ് വരുന്ന പാറ്റേൺ. ഗോൾഡ് പ്ലേറ്റഡിന്റെ ആണ്. 550 വരുന്നുള്ളൂ. നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്. വൈറ്റ് പേൾസ് ആണ് വരുന്നത്. പർച്ചേസ് ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുക. നല്ല ബ്യൂട്ടിഫുള്ളി ബ്ലെൻഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അടിപൊളി കിഡിലൻ പാറ്റേൺ ആണ്. ഇതാണ് കേട്ടോ ചെയിൻ വരുന്നത്. ഗോൾഡ് പ്ലേറ്റഡിന്റെ 8 പിടിയുടെ പേളിന്റെ മാലയാണ്. 550 വിത്ത് ഫ്രീ ഷിപ്പിംഗും കൂടിയാണ് കേട്ടോ നമ്മൾ കൊടുക്കണം. അപ്പൊ ഇതിന്റെ കൂടെ എത്ര ഐറ്റംസ് എടുത്താലും തന്നെ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗിൽ വരും. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ബാക്കിയുള്ള ഐറ്റംസും കൂടി ഒന്നിച്ച് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് കേട്ടോ ഇതിന്റെ ക്ലോസർ വ്യൂ. ഇനി നമ്മൾ കാണിക്കുന്നത് ആലില കൃഷ്ണനെയാണ്. ഷോർട്ട് ചെയിനിൽ വരുന്ന ആലില കൃഷ്ണനാണ്. കൃഷ്ണൻ ഇങ്ങനെ കുഴലൂതി നിൽക്കുന്ന പോലെയുള്ള ഒരു പാറ്റേൺ ആണ്. ആലില ഇതിന്റെ ഭയങ്കര പ്രത്യേകതയാണ്. ഇത് അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു ലോക്കറ്റും കൂടിയാണ് കേട്ടോ. ഇതിന്റെ മേളിലൊരു റെഡ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. മെറൂൺ സ്റ്റോൺ ആണ് കളർ വരുന്നത്. ഇങ്ങനെയാണ് ഗോൾഡൻ ബോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഇടയിൽ റിങ്സും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പാറ്റേണിൽ വരുന്നതാണ്. ഇത്രയും നല്ല തിക്കായിട്ടുള്ള ചെയിൻ ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം തന്നെ കണ്ണികളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് എക്സ്ട്രാ കണ്ണികൾ വേണമെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി, നമ്മൾ എക്സ്ട്രാ ആഡപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. ഇതാണ് കേട്ടോ അതിന്റെ കൊളുത്ത് വരുന്നത്. ഇതെല്ലാം ഗോൾഡ് പ്ലേറ്റഡിന്റെ ഐറ്റംസ് ആണ്. അത്യാവശ്യ കാലം നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അതിനെ റീപ്ലേറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു പാറ്റേണിൽ വരുന്ന ചെയിൻസ് ആണ്. അപ്പൊ നമുക്ക് മാറി മാറി വെയർ ചെയ്യാം. ഗോൾഡ് വിൽക്കുന്ന റേറ്റിന് നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ ഇത് പർച്ചേസ് ചെയ്യാനായിട്ടും പറ്റുവേ. 420 ആണ് വരുന്നുള്ളൂ. നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്. പർച്ചേസ് ചെയ്ത് നോക്കുക, നല്ലോണം ഇഷ്ടപ്പെടുവേ. 6 പിടിയുടെ മാലയാണ് ഇത് വരുന്നത്. 6 പിടി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ 18 ഇഞ്ചാണ് വരുന്നത്. ഇതാണ് കേട്ടോ അതിന്റെ ക്ലോസർ വ്യൂ. ഇതാണ് കേട്ടോ അതിന്റെ ഫുൾ ലുക്ക് വരുന്നത്. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ള ലുക്കാണ് കിട്ടുക. പേൾ ചെയിൻ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് നമുക്ക് കിട്ടുക. ഇതാണ് 8 പിടിയുടെ ഗോൾഡ് പ്ലേറ്റഡിന്റെ പേൾ ചെയിൻ ആണ്, വൈറ്റ് പേൾ. ഇനി നമുക്ക് ജുമുക്ക കണ്ടാലോ. ഇതാണ് കേട്ടോ ഈ പാറ്റേണിൽ വരുന്ന ജുമുക്കയാണ്. ജസ്റ്റ് ഇങ്ങനെ ലൈൻസ് ആണ് വരുന്നത്. താഴെ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ബാക്കിൽ ഇതേ സ്ക്രൂസ് ആണ്. ഗോൾഡ് പ്ലേറ്റഡിന്റെ ജുമുക്കയാണ്. ജസ്റ്റ് 220 വരുന്നുള്ളൂ. നല്ലൊരു ഫ്ലവർ മോഡലിലാണ് മേളിലുള്ള സ്റ്റഡ്സ് വരുന്നത്. അപ്പോൾ സ്റ്റഡായിട്ടും ഹാങ്ങിങ് ആയിട്ടും നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ജുംക്കാസ് ആണ്. ഗോൾഡ് പ്ലേറ്റഡിന്റെ ആണ്. ഇങ്ങനെയാണ് കേട്ടോ പാറ്റേൺ വരുന്നത്. അപ്പോൾ 220 വളരെ അഫോർഡബിൾ ആണ്. നല്ല ഗോൾഡിന്റെ തന്നെ ഫിനിഷിങ്ങും കവറും കൂടി ചെയ്യുവേ ഇത്. ഇനി നമ്മൾ കാണുന്നത് റൂബി സ്റ്റോൺസും വൈറ്റ് സ്റ്റോൺസും വെച്ചിട്ടുള്ള ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു ബാംഗിളാണ്. ഇങ്ങനെയാണ് അതിന്റെ പാറ്റേൺ വരുന്നത്. സെന്ററിൽ ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഫ്ലവർ മോഡൽ. അതിന്റെ നടുക്ക് റൂബിയാണ് ഹൈലൈറ്റിംഗ് ആയി കൊടുത്തിരിക്കുന്നത്. അതിന്റെ ചുറ്റും വൈറ്റ് AD സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് കംപ്ലീറ്റ്. ഇതിൽ സെന്ററിൽ പ്ലെയിൻ ആണ്. അതിൽ പക്ഷേ ലൈൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒത്തിരി ഹൈലൈറ്റിംഗ് ആണ് ഈ ബാംഗിൾസിന്റെ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺ ആണ്. ബാക്കിയുള്ള എല്ലാം സെയിം തന്നെയാണ്. ഈ ഫ്ലവർ പാറ്റേൺ ഒത്തിരി ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. അപ്പോൾ 2.6 എന്ന സൈസിലാണ് വരുന്നത്. ഡയമീറ്റർ 6.1 ആണ് വരുന്നത്. 250 വരുന്നുള്ളൂ. നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്. നല്ല ബഡ്ജറ്റ് പ്രൈസ് ആണ്. 250 ആണ് 1 പീസിന് വരുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്ത് നോക്കാം. നമുക്ക് ആപ്റ്റായിട്ട് ഫംഗ്ഷൻ വേസിനും എല്ലാത്തിനും കൂടി ഇടാനായിട്ടും കൂടി പറ്റുവേ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീസാണ്.
ഇനി നമ്മൾ കാണിക്കുന്ന ഒരു 3 ലെയറിൽ വരുന്ന ഒരു ചെയിനാണ് കേട്ടോ. ഒരു അടിപൊളി ചെയിനാണ്. മാർക്കറ്റ് പ്രൈസ് എങ്ങനെയും 1200 എബോ മിനിമം വരുന്ന ഒരു ചെയിനാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺ ആണ്. നമുക്ക് ആപ്റ്റാണ് ഫംഗ്ഷൻ വേസിനൊക്കെ ഇടാൻ പറ്റുന്ന തരത്തിലാണ്. അപ്പോൾ ഇതൊരു ഡാമേജ് സെയിലിന്റെ ഭാഗമായിട്ട് നമ്മളത് കൊടുക്കുകയാണ്. 899 ഫ്രീ ഷിപ്പിങ്ങിന് കൊടുക്കുകയാണ്. ഡാമേജ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഈ ചെയിൻ ഫുൾ ഒന്ന് കാണിച്ചു തരാം. 3 ലെയറിലാണ് വരുന്നത്. നടുക്ക് ബോൾസ് ആണ് കംപ്ലീറ്റ്ലി വരുന്നത്. ബോൾസ് വലുതുനിന്ന് ചെറുതിലേക്ക് അങ്ങനത്തെ ഒരു പാറ്റേണിലാണ് പോകുന്നത്. സൈഡിലായാലും നല്ല ഭംഗിക്ക് ക്യൂട്ടായിട്ടുള്ള ഒരു കോൺ ഷേപ്പിൽ ഇത് കൊടുക്കുന്നുണ്ട്. 3 ലെയറിന്റെ തന്നെയാണ് വരുന്നതാണ്. ഇവിടെ ഈ സൈഡിൽ റൂബി സ്റ്റോൺസ് വിത്ത് ട്രയാങ്കിൾ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡ് കണ്ടോ, നല്ല ഭംഗിക്ക് നമ്മുടെ മുഖപ്പൂ ചെയിനെ പോലെ ഒരു നല്ലൊരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് വൈറ്റ് സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 ലെയറിന്റെ ചെയിനാണ് കേട്ടോ വരുന്നത്. ഇവിടേക്ക് എത്തുമ്പോൾ സിംഗിൾ ലെയർ ചെയിനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മണിമാലയുടെ ഏകദേശം ബോളിന്റെ പാറ്റേൺസ് വരുന്നുണ്ട്. ഇതിന്റെ ക്ലോസർ വ്യൂ കണ്ടാൽ അറിയാൻ പറ്റും. അതിൽ ചെറിയ ചെറിയ ലൈൻസ് കൊടുത്തിട്ടുണ്ട് ആ ബോൾസിലൊക്കെ. അതാണ് ഇതിന്റെ ഹൈലൈറ്റിംഗ്. ഏകദേശം 8 പിടിയേക്കാളും കുറച്ചും കൂടി കൂടുതൽ വരുന്നതാണ്. ബാക്കിൽ ഇതേ കൊളുത്തും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡാമേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോൾസിൽ ഒരു ബോളിൽ മാത്രം ഒരു ഡാമേജ് ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസർ വ്യൂവിൽ കാണിക്കാം. കണ്ടോ, ഈ ഫസ്റ്റ് ലെയറിൽ വരുന്നതിൽ ഒരു നടുക്കുള്ള ഒരു ബോളിന് ഇത്തിരി കുഞ്ഞൊരു ഡാമേജ് കണ്ടോ, ഈ ഫ്ലവർ ക്യാപ്പിന്റെ തൊട്ട് താഴെയായിട്ട് ഇത്തിരി ഒന്ന് കുഴിഞ്ഞു പോയിട്ടുണ്ട്. അത് മാത്രമാണ് ഇതിന്റെ ഡാമേജ്. അതുകൊണ്ട് 899 ആണ് ഇപ്പൊ കൊടുക്കുന്നത്. ഈ ഡാമേജ് സെയിലിന്റെ ഭാഗമായിട്ട് നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്. അതും ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ കൊടുക്കുന്നത്. അത് മാത്രമാണ് ഡാമേജ്. ഈ ഡാമേജ് കണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക. ഇത് കാണത്ത് പോലുമില്ല. ജസ്റ്റ് ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അറിയത്ത് പോലുമില്ല അങ്ങനെ ഒരു ഡാമേജ് ഉണ്ടെന്നുള്ള ഒരു സംഭവം പോലും അറിയത്തില്ല. അത്ര അടിപൊളിയായിട്ടുള്ള ഐറ്റം ആണ്. നല്ല 3 ലെയറിൽ വരുന്നതാണ്. പുറത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ 1200 എബോ എങ്കിലും മിനിമം ഒരു റേഞ്ച് വരുന്ന ഒരു ചെയിനാണ്. അപ്പൊ ഇതാണ് പാറ്റേൺ. ഇതിന്റെ ഒരു ഡമ്മി ലുക്ക് കാണിക്കുമ്പോഴാണ് അതിന്റെ കംപ്ലീറ്റ് ഭംഗി അറിയാം. അപ്പൊ ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചേക്കാം. കഴുത്തിൽ ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് കേട്ടോ കംപ്ലീറ്റ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ലുക്കാണ്. ബ്ലെൻഡ് ആയിട്ട് വരുന്ന സാധനമാണ്. ഒരു കുഞ്ഞ് ഡാമേജേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ 899 ഫ്രീ ഷിപ്പിങ്ങിന് കൊടുക്കുകയാണ്. പർച്ചേസ് ചെയ്ത് നോക്കാം. നല്ല വേർത്ത് ആണ്. നല്ല ബഡ്ജറ്റ് ബൈ തന്നെയാണ് കേട്ടോ ഈ പ്രൈസിന്. ഇതാണ് കേട്ടോ കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാണിക്കുന്നത് പതക്കം മോഡൽ ചെയിൻസ് ആണ്. ഷോർട്ട് ചെയിൻ മോഡലിൽ വരുന്നതാണ്. ഗ്രീൻ അവൈലബിൾ ആണ്, പർപ്പിൾ അവൈലബിൾ ആണ്, അതേപോലെ വൈറ്റ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഈ 3 പാറ്റേൺസ് ആണ് വരുന്നത്. 3ലും 3 ഷോർട്ട് ചെയിൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. 3 മോഡലിൽ വരുന്ന ഷോർട്ട് ചെയിൻസ് ആണ്. അതിന്റെ ക്ലോസർ വ്യൂ ഞാൻ കാണിച്ചേക്കാം ഓരോന്നിന്റെയും. ഇതാണ് ഗ്രീനിൽ വരുന്ന പാറ്റേൺ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് പർപ്പിളിൽ വരുന്ന പാറ്റേൺ ഇതാണ്. പിന്നെ വരുന്നത് വൈറ്റിൽ വരുന്ന പാറ്റേൺ ഇതാണ് കേട്ടോ. ചെയിൻ വരുന്ന ഗുംഗ്രൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ട ഉടനെ തന്നെ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ. ഇല്ലെങ്കിൽ സോൾഡ് ഔട്ട് ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ്. വേഗം തന്നെ പർച്ചേസ് ചെയ്യുക. സ്ക്രീൻഷോട്ട് എടുക്കുക, നമ്മുടെ നമ്പറിലേക്ക് അയക്കുക, പർച്ചേസ് ചെയ്യുക. നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഡെലിവറി അവൈലബിൾ ആണ്. ഇത് ബാക്കിൽ എല്ലാത്തിൻ്റെയും കൊളുത്താണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഗോൾഡ് പ്ലേറ്റിന്റെ ചെയിൻസ് ആണ്. നമുക്ക് റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. നല്ല ഭംഗിയാണ് പതക്കം മോഡൽ ചെയിൻസ്. അപ്പോൾ നല്ല ബഡ്ജറ്റ് ബൈ ആണ്. ഇത് 310 അത്രേ വരുന്നുള്ളൂ. ഈ 2 ഐറ്റത്തിൽ ഏതെടുത്താലും 310 ആണ് വരുന്നത്. പിന്നെ ഇത് വരുന്നത് 390 ആണ് വരുന്നത്. അതിനാവശ്യത്തിലുള്ള തിക്നെസ് ഉള്ള ചെയിൻ തന്നെയാണ് അതിന് കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി മീഡിയം സൈസിൽ വരുന്ന പതക്കമാണ്. അപ്പോൾ ഇതാണ് കേട്ടോ 3 മോഡൽസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. 6 പിടിയിൽ വരുന്ന ഗോൾഡ് പ്ലേറ്റഡിന്റെ പതക്കം ചെയിൻസ് ആണ്. ലോക്കറ്റ് സെപ്പറേറ്റ് ആക്കാനായിട്ട് പറ്റും. നമുക്ക് 6 പിടി എന്ന് പറയുന്നത് 18 ഇഞ്ചാണ് വരുന്നത്. റീപ്ലേറ്റ് ചെയ്തും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുവേ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ വേറെ ലോക്കറ്റ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് വരുന്നത്. ഇതിൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക, നമുക്ക് അയക്കുക. ഇങ്ങനെയാണ് ലുക്ക് വരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. അതേപോലെ നമ്മുടെ ഗീവ് എവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും സമ്മാനങ്ങൾ കിട്ടട്ടെ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്